മക്കളുമാരെ രാവിലെ നല്ല തിരക്കാണേ. എന്നറിയാമോ, എൻ്റെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണമായിരുന്നു. രാവിലെ പാൽ അതിനകത്ത് മറിഞ്ഞു വീണു. അപ്പം ഞാൻ വിചാരിച്ച് ഇത് ഫുള്ളായിട്ട് അങ്ങ് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ അതിനകത്തിരുന്ന സാധനങ്ങളെല്ലാം പറക്കി മാറ്റി. മീനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് ഞാൻ വറുത്ത്. ഓക്കെ, ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. വാ, കണ്ട എൻ്റെ ഫ്രീസറൊക്കെ നല്ല ക്ലിയറായിട്ട് ഞാൻ ചെയ്തു കേട്ടോ. രാവിലെ വലിയൊരു പണിയായിരുന്നു കിട്ടിയത്. അപ്പം കുറച്ച് ദിവസം കൊണ്ടേ ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. കണ്ട നല്ല ഭംഗിയില്ലേ? ഇത് ഫ്രീസറാണേ. ഞാൻ എല്ലാം കഴുകി ഉണക്കി കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇന്ന് ഫുൾ ഡീപ് ഫ്രീസിങ്ങിൽ ഇട്ട് നാളെ ഇനി ഓണാക്കുന്നുള്ളൂ ഞാൻ. ഓക്കെ, കണ്ട അങ്ങനെയില്ലേ? ഇതൊക്കെ ഞാൻ അതിൽ കഴുകിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഫ്രിഡ്ജ് കഴുകാനായിട്ടേ ഞാൻ എടുത്തത് ഒരു അര ബക്കറ്റ് വെള്ളത്തിൽ ഒരു 2 സ്പൂൺ സോഡാപ്പൊടി ഇട്ടു. എന്നിട്ട് അതിനകത്തോട്ട് ഒരര നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചു. എന്നിട്ടൊരു നല്ല നീറ്റായിട്ടുള്ള ഒരു തുണി എടുത്ത് അതിൽ മുക്കിയതിന് ശേഷം അതുകൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്തത്. അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ സാധാ വെള്ളത്തിൽ കഴുകിയെടുത്തു. അപ്പോൾ അതിനകത്ത് വല്ല ജെംസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യുമോ, അതങ്ങ് ചാവുകയൊക്കെ ചെയ്യില്ലേ. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിന് നല്ല തിളക്കവും വരും, അഴുക്കെല്ലാം പോകും കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാനത് ക്ലീൻ ചെയ്തത്. പിന്നെ അതുകൂടാതെ നമ്മളിപ്പം ഫ്രിഡ്ജ് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോകണം, 4-5 ദിവസത്തിന് പോകണമെങ്കിൽ നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ട് അങ്ങ് പോകും അല്ലേ? സാധനമൊക്കെ പറക്കി മാക്സ് ഉപയോഗിക്കാമെന്ന് എടുത്തതിന് ശേഷം ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടിട്ട് പോകും. തിരിച്ചു വരുമ്പോഴത്തേന് അതിൽ നിറച്ച് ഫംഗലായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി അങ്ങനെ ചെയ്യരുത്. നമ്മൾ എവിടെയെങ്കിലും ഒരു 3-4 ദിവസത്തേനൊക്കെ പോവുകയാണെങ്കിൽ ഫ്രിഡ്ജിലുള്ള സാധനം എല്ലാം എടുത്ത് ഉപയോഗിച്ച് തീർക്കുക, അല്ലെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. എന്നിട്ട് ഫ്രിഡ്ജിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ട്രേകളൊക്കെ ഇല്ലേ, അതിനെയൊക്കെ ഉണക്കി എടുത്ത്, അല്ലെങ്കിൽ നല്ല തുണിയിട്ട് തുടച്ചിട്ട്, നല്ല കട്ടിയുള്ള തുണി എടുത്തിട്ട് തുടച്ചിട്ട് തുറന്നിട്ടിട്ട് പോകണം. അപ്പോൾ അങ്ങനെ തുറന്നിട്ടിട്ട് പോയാൽ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേന് അത് നല്ല നീറ്റായിട്ടിരിക്കും. ഒരു ഫംഗലും അതിനകത്ത്. ഇതെനിക്ക് പറഞ്ഞു തന്ന മോളാണ്. മോള് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ അതേപോലെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, സീ യു.